ബള 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 ബളേ ഇല്ല ഓർക്ക് വളപിക്കൂല. ഒരുടെ കൂടെ കണ്ടില്ലേ, കയ്യിൽ കൂടെ വെച്ചോണ്ടിരിക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. നമ്മുടെ കയ്യിൽ ചോന്ന ബലമില്ല, നിങ്ങളെ പറ്റി തായർക്ക് ഓക്കെ നമ്മൾ വളപിക്കൂല. വേലി കണ്ടില്ലേ, വേലിക്ക് നിൽക്കുന്നവർക്ക് നമ്മൾ വളപിക്കൂല. ആർക്കും പിക്കൂലാച്ച പിന്നെ എന്തിനായി കൈ കച്ചവടം? അനക്ക് ബിസിനസ് അറിഞ്ഞൂടെ ഉസ്മാനെ? ആദ്യത്തെ കച്ചവടം നല്ല ബർക്കത്തുള്ളതാവണം, നല്ല ലക്ഷണമൊത്ത കൈക്ക് വേണം നമ്മൾ ആദ്യത്തെ വളയിടാം. എന്നാലും നമ്മുടെ ബിസിനസ് തയ്ച്ച് തയ്ച്ച് വളരൂ. ഇജ്ജ് നോക്കിക്കോ. ആ വള 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 വളേ. ദോഷവും ദൃഷ്ടി ഉണ്ടായിരുന്നത് മുഴുവൻ ജപിച്ചോതി കളഞ്ഞിരിക്കണു. ഇനി ആ പെൺകുട്ടിക്ക് ബോധക്ഷയോ ദീനോ ഒന്നും ഉണ്ടാവില്ല. പോയിട്ട് അർദ്ധരാത്രി അങ്ങോട്ട് സുഖാവുക. വള ഇട്ടോര് അകത്ത് കണ്ണാടി പോയി നോക്കി. ഉമ്മ നിങ്ങളും വേണമെങ്കിൽ നോക്കിക്കോളി. വേണമെങ്കിൽ നോക്കിക്കോളി. ഈ വെളുത്ത കൈയിന് ചുവന്ന കുപ്പിവളം നല്ലോണം നോക്കട്ടെ. നിങ്ങളുടെ കയ്യില് കറുത്ത കുപ്പിവള. എന്താ ഇവിടെ? എന്താ ഇവിടെ? അന്നോട് ഇവിടെ കേറരുതെന്ന് നമ്മൾ പറഞ്ഞല്ലേ? നമ്മള് കച്ചവടം പിന്നെ മാറ്റി ആചാരെ. ഈ ഇവിടെ കേറി വന്ന് എന്തിനാ ചോദിച്ചത്? വെറുക്കനെ വന്ന് കയറിയൊന്നുമല്ല, ഈ ഉമ്മ വിളിച്ചിട്ട് വന്നതാ. നിങ്ങൾക്ക് എന്തിനാ കയറി വള? ചാവുമ്പോ കുയിലിട്ട് കുയിച്ച് മൂടാനാ. കഴിഞ്ഞ പെരുന്നാൾ ചന്തയിൽ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ബില്ല് വണ്ടി നിറച്ച് വള വാങ്ങിയതല്ലേ? അതൊക്കെ എവിടെ പുയിങ്ങി തിന്ന? ഇത് പെരുന്നാളിന് കിട്ടണ വളയല്ല ആചാരെ, ഇത് നാദാപുരത്തുനിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ വളയാണ്. എന്ത് സ്പെഷ്യല്? ഈ വള ബിരിയാണിയിലൂടെ കുഴച്ച് തിന്നാൻ പറ്റുക? ഇത് ഇട്ട തിളങ്ങും, നടന്നാ കിളുകും. ഇത് കണ്ട ഇത് കയ്യിൽ വിട്ടൂടെ ചൂടാനെ കൊടുക്കണേ. അല്ല ആചാരെ, നമ്മള് നയിച്ചിരിക്കും സമ്മതിക്കൂലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ കച്ചവടം നമ്മൾ നടത്തിയ? ഈ നാട്ടിൽ വേറെ പോരയില്ല എനിക്ക് കച്ചവടം ചെയ്യാൻ. ഈ നാട്ടിലല്ലേ ഈ തീ പിടിച്ചു പോയി. പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കാൻ ഒരു സൂത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. മേലി കച്ചവടം എന്ന് പറഞ്ഞ് പൊരേന്റെ അകത്ത് കേറി പോയിട്ടുണ്ടെങ്കിലാ ആണുങ്ങളെ വായിൽ നോക്കിക്കാണ്ട് എല്ലാം കേറി പോകത്ത്. നല്ല ഐശ്വര്യമുള്ള തുടക്കം. കച്ചവടം പൊടി പൊടിക്കും. അതിനൊക്കെ എന്നോട് ദേഷ്യാണ്. പറവന് ദേഷ്യാണ്. എന്തിന്? വളയിടാൻ സമ്മതിക്കാത്തതിന്. ഓനൊരു ബലാല ആ വളക്കാരൻ. അത് മാത്രല്ല, ഈ ദുനിയാവിലുള്ള ഒരു സൈത്താനെ അന്റെ ബേത്തോടാൻ നമ്മൾ സമ്മതിക്കില്ല. നാദാപുരത്തുനിന്ന് വേണമെങ്കിൽ കോഴിക്കോട്ടുനിന്ന് നമ്മൾ തന്നെ പോയി നല്ല അസല് വള കൊണ്ടു തരൂലേ? പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ? പറഞ്ഞു വടക്കേ പോയില്ലേ 500 പറ കണ്ടോ? അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? എന്തിന്? അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും എത്തൂല. ഈ പത്തരമാറ്റ് തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇവനേശങ്ങൾ കൂടോത്ര പണി ചെയ്ത് അതുകൊണ്ടാ ബോധം കെട്ടത്. പക്ഷെങ്കില് ഓൻ്റെ ഒക്കെ വല്യുപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാൻ്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാന്ന്. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ ഞമ്മള് വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് ഞമ്മളെ കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് ഞമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ച് പറയണ്ടേ അതിനെ? ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് ഞമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് തരാണ്ടുണ്ടായിരുന്നു ഇങ്ങനെ വായി തോതിയൊക്കെ വിളിച്ച് പറയാൻ? ആമിന, കാലം എത്ര പരിഷ്കരിച്ചിരിക്കണത്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും വിശ്വസിക്കൂല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട ഞമ്മളെ നിക്കാഹിന് 2 ആഴ്ച മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുനാട്ടിൽ നിന്ന് ഒരു സുന്ദര ഹാജിയാരി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു.
കാണുന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവിൽ വന്ന് പറഞ്ഞ് ഒരേലെ മുട്ടനാട് ചത്തു പോകുന്ന, എന്നിട്ട് ചത്ത. തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ. കള്ളപ്പന്നി. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു? ഇങ്ങോട്ട് വാ. എന്താണ്ടാ നിങ്ങൾ സ്നേഹിക്കണ പെണ്ണില്ലേ? ഓക്കെന്തായി പോയി? ആ ഓക്കൊന്നാവൂല, ആവാൻ പോണത് നിങ്ങക്കാ. കാര്യം പറയടേ മാറാ. ഓളെ കെട്ടിയിരിക്കണെന്ന് ഞമ്മള് മുടിഞ്ഞ സത്യോളി പറയണത്. പടാ ഞമ്മക്ക് പോയി അയച്ചിടാൻ പറ്റുമോ നോക്കാം. പണ്ടാറണങ്ങ എനിക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ? ഞാൻ പറഞ്ഞ കെട്ട് അയക്കാനും പറ്റില്ല, അറക്കാനും പറ്റൂല. മൊയ്തൂട്ടി ഹാജി മിന്നു കെട്ടിയ കാര്യം ഞമ്മള് പറഞ്ഞത്. ഓളോന്റെ ബീവിയാ, ബീഡരി. നിങ്ങളെന്താണ് കോഴി നിലാവത്ത് നിൽക്കണമായിരുന്നു നിൽക്കണത്? വിട്ടേക്കിന്ന്. ഓളില്ലെങ്കിൽ ഓളുടെ ഉമ്മ. ഈ ദുനിയാവില് വേറെ പെണ്ണുങ്ങളില്ലെന്ന്. നല്ല ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്നുകൂടി സ്നേഹിക്ക്. അങ്ങനെ പറയല്ലേ ഉസ്മാനെ. ഓള് ഞമ്മടെ നെഞ്ചില് ഒരു കൂട് കൂട്ടിയിരിക്കുന്നു. ഇല്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ വേഗം ചെന്നാ കൂട് പൊളിച്ചോളി. അല്ലെങ്കിൽ ഹാജിയാരെ വന്ന് ഇങ്ങനെ നെഞ്ചും നമ്മളെ കൂട് പൊളിക്കും. ഓ, ഈ കൂന്താലിക്കാരുടെ ഇടിന്ന് വെച്ച നല്ല ഉസിരുള്ള ഇടിയാണിക്ക. ഇടിക്കേ കുത്തിയേ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞമ്മള് മുന്നാക്കം വെച്ച കാല് പിന്നാക്കം വെക്കൂല. ഓളെ ഞമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടായി പോയി. ഇങ്ങക്കൊല്ല ഭ്രാന്തണ്ട? അതേടാ ഉസ്മാനെ, ഈ മുഹബത്ത് എന്ന് പറയണ ഒരു ജാതി ഭ്രാന്താണ്. സ്നേഹിച്ചു പോയാ പിന്നെ കണ്ണും മൂക്കും കാതൊന്നും തിരൂല. നമ്മൾ പറയണത് എനിക്ക് മനസ്സിലാവണ്ട. ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? സ്നേഹിച്ചു പോയാ പിന്നെ അത് ബെല്ലോന്റെ മോളാണോ, പെങ്ങളാണോ, ഭാര്യയാണോ, ഉമ്മയാണോ, ഉമ്മുമ്മയാണോ എന്നൊന്നും ഞമ്മക്കറിയേണ്ട കാര്യമില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതന്നെ എന്റെ പഠിച്ചോനെ കഥകളെ.